മറ്റു പ്രധാന വാർത്ത നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ്. പ്രതികൾക്കൊക്കെ നിർണായകമായ ദിവസമാണ് നാളെ. പ്രത്യേകിച്ച് നടൻ ദിലീപിന് നാളെ കേസിൽ വിധി പറയും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിൽ വിധി പറയുക. 7 വർഷവും 7 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കേസിലെ നിർണായക വിധി വരിക. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാനി, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ്. ഒരുപാട് വാദങ്ങൾ, ഈ കൂറുമാറ്റങ്ങളും സാക്ഷിമൊഴികളിലെ നിർണായകതയും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിരുന്നു. നാളെ തന്നെ വിധി വരുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ കോടതി പൂർത്തിയായി കഴിഞ്ഞോ? രഞ്ജിത്ത, വിധി ഒരുപക്ഷെ നാളെ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ്. മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ, കാരണം ഈ വാദങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായതാണ്. മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ നാളെ തന്നെയായിരിക്കും വിധി പറയുക. അതിൽ ഇനി അറിയേണ്ടത്, ഈ നാളെ എല്ലാ പ്രതികളോടും ഹാജരാണ്, 10 പ്രതികളോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവരിൽ ചുമത്തപ്പെട്ട കുറ്റം അത് എങ്ങനെയാണ് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവരെ അവിടെ കോടതിയിൽ ജഡ്ജിയെ പറഞ്ഞ് കേൾപ്പിക്കും, അത് വായിച്ച് കേൾപ്പിക്കും. ഇതിനുശേഷം ഈ കുറ്റങ്ങൾ ഇവരിൽ നിലനിൽക്കുന്ന സംബന്ധിയായ കാര്യങ്ങളിൽ കൂടി ഒരു വാദം നടക്കുമെന്നാണ് ഈ നടപടികളുടെ ഭാഗമായിട്ട് അറിയുന്നത്. കാരണം അതിന്മേൽ കൂടി 10 പ്രതികൾക്കും നിങ്ങൾ ചുമത്തപ്പെട്ട കുറ്റം ഇതാണ്, ഇതെല്ലാം തന്നെയാണ് വന്നിരിക്കുന്നത് എന്നത് കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വാദം നടക്കും. അതിനുശേഷം ഇത് നിലനിൽക്കുന്നതാണോ എന്നതിൽ കൂടി ഒരു അന്തിമമായ രീതിയിലുള്ള ഒരു വാദം കൂടി അതിൽ നടക്കും എന്ന് പറയുന്നു. അത്തരം നടപടികൾ പക്ഷേ നീണ്ടുപോകുന്നതല്ല, അത് പൂർത്തിയാക്കുക. കാരണം അവർക്ക് പറയാനുള്ളത് അവരുടെ അഭിഭാഷകൻ പറയുന്നതാണ്. അത്തരം കാര്യങ്ങൾ തൻ്റെ പ്രതിയിൽ അല്ലെങ്കിൽ തൻ്റെ കക്ഷിയിൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ അത് സംബന്ധിയായ കാര്യങ്ങൾ കോടതി പറയുമ്പോൾ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് ഇവരിലേക്ക് ചുമത്തപ്പെട്ട കുറ്റങ്ങൾ ഇതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നുകൂടി അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നത് നടപടികളുടെ ഭാഗമായിട്ട് പൂർത്തിയാകും. പക്ഷേ അത് വളരെ പെട്ടെന്ന് തീരുന്നതാണ്. ഈ 10 പ്രതികളുമുള്ളത് കൊണ്ട് തന്നെ ഈ 10 പ്രതികളുടെ കാര്യത്തിലും ഇത് തന്നെ ഉണ്ടാകും. അപ്പോൾ അത് പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അത്തരം കാര്യങ്ങളിൽ അവർക്കുള്ള വിശദീകരണങ്ങൾ കൂടി നൽകും. അത് ഏറ്റവും അവസാനത്തെ നടപടിയാണ്. അതിനുശേഷമാണ് ഈ വിധി പ്രസ്താവത്തിലേക്ക് കടക്കുക. ഒരുപക്ഷെ ഇത് ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയാകുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കോടതിക്ക് വിധി പറയാവുന്നതേയുള്ളൂ. മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ നമുക്കത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും ഈ നടപടികൾ നീണ്ട വർഷങ്ങൾ വന്നു, അതിൽ നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ അന്തിമ വിധിയിലേക്ക് കടക്കുകയാണ് എന്നതാണ് കേരള സമൂഹം ഒന്നടങ്കം. ഇത് എന്താണ് നാളെ കോടതിയിൽ നിന്നുണ്ടാകുക എന്നത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. രാജ്യതലത്തിൽ തന്നെ ഇത് ശ്രദ്ധിക്കപ്പെട്ട ഒരു വലിയ വാർത്തയായിട്ട് തന്നെ മാറിയിരുന്നു. നടൻ ദിലീപ് ഈ കേസിൽ 8ാം പ്രതിയാണ്. ഗൂഢാലോചനയാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ടോ, ലഭ്യമായ തെളിവുകൾ അത് പ്രാപ്തമാണോ കുറ്റം തെളിയുന്നതിന് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും നാളെ കൊണ്ട് അത് പൂർണ്ണമാകുക. വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു കേസിൻ്റെ അന്തിമ വിധിയിലേക്കടക്കം കടക്കുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ കേസിൻ്റെ വിചാരണയും കാര്യങ്ങളും എല്ലാം തന്നെ നീണ്ടുപോകുമ്പോൾ നിരവധിയായ ആളുകൾ, ഏതാണ്ട് 23ഓളം സാക്ഷികളാണ് ഈ കേസിൽ കൂറുമാറിയത്. അവർ കൊടുത്തിരുന്ന മൊഴികൾ അടക്കം പിന്നീട് അവർക്ക് ഇത് തങ്ങൾ നൽകിയതല്ല, അല്ലെങ്കിൽ അതിന് വസ്തുതാപരമായ തിരുത്തലുകൾ അതിൽ വന്നിരുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലും തന്നെ വാർത്താ പ്രാധാന്യം നേടുന്നു. നടി തന്നെ ഈ തെളിവുകൾ, അതിൻ്റെ ഒരു സംരക്ഷണം അത് ഉറപ്പുവരുത്തണം എന്നത് ആവശ്യപ്പെട്ട് അവർക്ക് തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു ഘട്ടം കൂടിയെല്ലാം തന്നെ വന്നു. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട തെളിവുകളിൽ പോലും അതിൽ ടാമ്പറിംഗ് നടന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നൊരു ഘട്ടത്തിലേക്ക് വന്നു. അതിൽ അന്വേഷണം നടക്കുന്നു. പിന്നീട് രണ്ടാമതൊരു കേസ് കൂടി വരുന്നു, അതിൽ അന്വേഷണം നടക്കുന്നു. അങ്ങനെ വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന, വളരെ സജീവമാർന്ന, ഈ ഒരിക്കൽ പോലും അതിൻ്റെ ഇടവേളകളിൽ അത് മറന്നു പോകുന്ന രീതിയിലേക്കായിരുന്നില്ല. കാരണം ഇത് ചർച്ചയായി തന്നെ നിലനിന്നിരുന്നു. പല ഘട്ടങ്ങളിലും ഇത് ഈ അതിജീവിതയ്ക്കടക്കം ഈ കോടതിയിലേക്ക് അവരുടെ വാദങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് എത്തേണ്ടി വന്ന ഘട്ടങ്ങളെല്ലാം തന്നെ നമുക്ക് കാണുകയും ചെയ്യാം. അങ്ങനെ നിരവധിയായ ചർച്ചാ വേദികളിലേക്ക് പോയ ഒരു കേസിനാണ് നാളെ വിധിയാകുന്നത്. രഞ്ജിത്ത്, ഡാനി ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.